ഹായ് ഡിയേഴ്സ്, കുക്ക് വിത്ത് ജ്വല്ലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അതും ബിരിയാണിയുടെ കൂടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഈന്തപ്പഴം പുളിങ്കറി. മൈ ഫേവറേറ്റ് ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈന്തപ്പഴം പുളിങ്കറി ഉണ്ടാക്കാനായിട്ട് നമുക്ക് പച്ചമുളക്, അതുപോലെ തന്നെ കുറച്ച് ഇഞ്ചി, അതുപോലെ വെളുത്തുള്ളി, സവോള, 2-3 വറ്റൽമുളക് ഇത്രയും അരിഞ്ഞ് വെക്കാം കേട്ടോ. ഒരു ടീസ്പൂൺ കടുക് വെളിച്ചെണ്ണയിൽ നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. അതുപോലെ വെളുത്തുള്ളി 2-3 എണ്ണമാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. 2-3 എണ്ണം നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇഞ്ചി ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ഒരു ചെറിയ കഷ്ണം അത് ചേർത്ത് കൊടുക്കാം. പിന്നെ വറ്റൽമുളകാണ്, അത് ചെറുതായിട്ട് നുറുക്കി വെച്ചിരിക്കുന്നത്, അതും ചേർത്ത് കൊടുക്കാം. വറ്റൽമുളക് എന്തായാലും വേണം കേട്ടോ, അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് ഈ ഈന്തപ്പഴം പുളിങ്കറിക്ക്. അപ്പോൾ ഇത് നല്ലതുപോലെ വഴറ്റി എടുക്കണം കേട്ടോ. നല്ലതുപോലെ വഴറ്റി ഒരു വറുത്ത ഒരു ഇത് വരുമ്പോൾ വേണം നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർക്കാൻ. ഈ സമയം കൊണ്ട് നമുക്ക് ഈന്തപ്പഴത്തിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് വെക്കാം കേട്ടോ. അപ്പോൾ ഇത് നല്ലതുപോലെ വറുത്ത് കഴിഞ്ഞിട്ട് വേണം ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ട്. നല്ലതുപോലെ ഒന്ന് വഴന്ന് വന്നു കഴിയുമ്പോൾ അതിലേക്ക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നല്ലതുപോലെ വഴന്ന് വന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ എത്രയാണോ ഇൻഗ്രീഡിയൻസ് എടുക്കുന്നത് അതിനനുസരിച്ച്, അതായത് ഈന്തപ്പഴം ഒരു 10 എണ്ണം അല്ലെങ്കിൽ 15 എണ്ണം ഒക്കെയാണ് എടുക്കുന്നതെങ്കിൽ ഒരു ചെറിയ സവോള മതിയായിരിക്കും കേട്ടോ. അപ്പോൾ അത് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് ഇനി ഈ ഇൻഗ്രീഡിയൻസിൻ്റെ എല്ലാം കൂടെ നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷം വേണം പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ അല്പം ഉപ്പ് കൂടി, പെട്ടെന്ന് തന്നെ അത് വഴന്ന് വരാനായിട്ട് അല്പം ഉപ്പ് കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കിയെടുക്കാം. ഇതെല്ലാം വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികൾ എന്ന് പറഞ്ഞാൽ ആകെ 2 പൊടികൾ മാത്രമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഒന്ന് മുളക് പൊടിയും പിന്നെ മറ്റൊന്ന് കുറച്ച് മഞ്ഞൾപ്പൊടി. പിന്നെ ചില സ്ഥലത്ത് ആളുകൾ കുറച്ച് മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്, അത് കുറച്ച് മാത്രം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 2-3 നുള്ള് അത്രേ കുറച്ചേ ഉള്ളൂ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ ആ ടേസ്റ്റിന് വ്യത്യാസം വരും, അതുകൊണ്ടാണ്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, നല്ലൊരു ടേസ്റ്റ് വരാനായിട്ടാണ്. അപ്പോൾ കുരു കളഞ്ഞ് വെച്ചിരിക്കുന്ന ഈന്തപ്പഴം ഞാൻ ഏകദേശം ഒരു 15 എണ്ണമാണ് കുരു കളഞ്ഞ് വെച്ചിരിക്കുന്നത്. ആ ഈന്തപ്പഴം കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ട് വഴന്ന് വരണം. അതിന് ശേഷം വേണം നമുക്ക് പുളി പിഴിഞ്ഞത് ഒഴിച്ചു കൊടുക്കാനായിട്ട്. പുളി പിഴിഞ്ഞതും അതുപോലെ തന്നെ ശർക്കരയുടെ വെള്ളം കൂടെയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുക. ഒരു മധുരവും അതുപോലെ തന്നെ പുളിയും അതും ഈക്വലായിട്ട് നിൽക്കണം ഈ ഒരു ഈന്തപ്പഴം പുളിങ്കറിക്ക്. അപ്പോൾ ഒരു ചെറിയ ഉണ്ട പുളിയാണ് ഇവിടെ വെള്ളത്തിലിട്ട് കൊടുത്തിരിക്കുന്നത്, വാളംപുളിയാണ്. അപ്പോൾ ഇത് അതിൻ്റെ ആ ഒരു ചാറ്, ആ ഒരു ജ്യൂസ് വേണം നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇതെല്ലാം നല്ലതുപോലെ വഴന്ന് കഴിയുമ്പോൾ ആ പുളിയുടെ വെള്ളം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പുളിവെള്ളം നല്ലതുപോലെ തിളച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് പുളിയാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് ഒന്ന് അതിലേക്ക് പിടിച്ച് ഒന്ന് വഴന്ന് ആ ഒരു ഈന്തപ്പഴവും പുളിവെള്ളം കൂടെ ഒന്ന് സെറ്റായതിന് ശേഷം നമുക്ക് ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. പുളിവെള്ളത്തിൻ്റെ കൂടെ ഞാനിവിടെ കുറച്ച് അല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനകത്ത് നന്നായിട്ട് വേകാൻ വേണ്ടിയിട്ടാണ്, അത് ആ ഈന്തപ്പഴം നന്നായിട്ട് വെന്ത് വരാൻ വേണ്ടി ഒരല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ നമുക്ക് ശർക്കര പാനി കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ശർക്കര പാനി ഇതാ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ശർക്കര പാനി കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നല്ലതുപോലെ വെട്ടിത്തിളച്ച് നല്ല കുഴമ്പ് പരുവായിട്ട് വരണം. അതാണ് നമ്മുടെ ഈന്തപ്പഴം പുളിങ്കറി അപ്പോൾ റെഡിയാവും. ആ പുളിയും അതുപോലെ തന്നെ മധുരവും ഉപ്പും എല്ലാം നല്ല ഈക്വലായിട്ട് നിൽക്കണം. അപ്പം അതിനുവേണ്ടി ഇതെല്ലാം നല്ലതുപോലെ നമുക്ക് കുറുക്കിയെടുക്കാം. അപ്പം നല്ല ആ ഒരു കളറും ടേസ്റ്റും എല്ലാം വരും. പിന്നെ എരിവ് വേണ്ടവർ പ്രത്യേകം, നമ്മൾ ആദ്യം മുളക് പൊടി ഇട്ടപ്പോൾ കുറച്ച് എരിവ് കൂടുതൽ വേണ്ടവർ അതും കൂടെ ആവശ്യത്തിന് നോക്കി ഒന്ന് ചേർത്താൽ മതി. അപ്പം ഞാൻ അധികം എരിവ് വേണ്ടാത്തത് കൊണ്ട് അധികം ചേർത്തിട്ടില്ല. അപ്പോൾ അതാ നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈന്തപ്പഴം പുളിങ്കറി. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഇത്രയും സമയമൊക്കെ ആവുന്നതെന്നുള്ളൂ. പക്ഷെ ചെയ്ത് വരുമ്പോൾ പെട്ടെന്ന് എല്ലാ സാധനങ്ങളും അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ബിരിയാണിയുടെ കൂടെ ഉണ്ടാക്കാൻ പറ്റുന്ന ഈന്തപ്പഴം പുളിങ്കറിയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്കും ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. വീണ്ടും കാണാം നമുക്ക്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ നമ്മുടെ ഈന്തപ്പഴം പുളിങ്കറി? വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ.